സ്ത്രീയുടെ പദവി എന്ന് പറയുന്നത് ഒരു ഔപചാരിക പദവിയല്ല. മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ, ഒരുപക്ഷെ മാർസിൻ്റെ സ്ത്രീപക്ഷപരമായ നിരീക്ഷണങ്ങളിൽ പലപ്പോഴും കേന്ദ്രസ്ഥാനത്ത് ഉദ്ധരിക്കപ്പെടാറുള്ള പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി മെഷേർഡ് എക്സാക്റ്റ്ലി ബൈ ദ സോഷ്യൽ പൊസിഷൻ ഓഫ് വിമൻ. അദ്ദേഹം ഉപയോഗിക്കുന്നത് ഫെയർ സെക്സ് എന്നാണ്. അന്നത്തെ നിലയിൽ ഒരു കൗതുകം കൂടിയുണ്ട് കേട്ടോ, കളേഡ് വൺ ഇൻക്ലൂഡഡ് എന്ന് മാർക്സ് എഴുതുകയും ചെയ്യുന്നുണ്ട്. ഫെയർ സെക്സ് എന്നുള്ള ആ പ്രയോഗത്തെ പരിഹസിച്ചുകൊണ്ടുകൂടിയാണ് കളേഡ് വൺ ഇൻക്ലൂഡഡ് എന്ന് മാർക്സ് എഴുതുന്നത്. ഒരു നസ്യം അതിൽ മാർക്സ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ മൊത്തം പുരോഗതിയുടെ മാനദണ്ഡം ആ സമൂഹത്തിൽ സ്ത്രീ നേടുന്ന പദവിയാണ്. ദ സോഷ്യൽ പ്രോഗ്രസ് ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ ദ സോഷ്യൽ പൊസിഷൻ ഓഫ് വിമൻ. നിങ്ങൾ കേരളം എന്ന സമൂഹത്തെ നോക്കൂ. പൊതു ഇടങ്ങൾ എത്രത്തോളം കേരളത്തിൽ സ്ത്രീക്ക് ലഭ്യമാണ്? 1920 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നൊരു രാജ്യം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ 6 മണിക്ക് ശേഷം ഒരു കടപ്പുറത്ത് ഏത് പെൺകുട്ടിക്ക് ചെന്ന് നിൽക്കാൻ പറ്റും? ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കാൻ പറ്റും? ഏത് സിനിമാശാലയിൽ പ്രവേശിക്കാൻ പറ്റും? കേരളത്തിന് പുറത്തു പോയാൽ ബസ്സിൽ സ്ത്രീകൾക്ക് കയറാനൊരു വാതിലും പുരുഷന്മാർക്ക് കയറാൻ വേറൊരു വാതിലും ഇല്ല. കേരളത്തിൽ അങ്ങനെ വാതിലുണ്ട്. അതുകൊണ്ട് ആകെ ഉണ്ടായ ഫലം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കയറാനുള്ള വാതിലിലൂടെ മാത്രം കയറുന്ന കുറേ പുരുഷന്മാരുണ്ടായി എന്നതാണ്. വേറെ പ്രത്യേകിച്ചൊരു വിശേഷം ഉണ്ടായിട്ടില്ല. വേറെ ഒരു വിശേഷം ഉണ്ടായിട്ടില്ല. ഇത് മാർസിൻ്റെ വാക്കിയെടുത്താൽ എത്രയോ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നൊരു സമൂഹമാണ് കേരളം എന്ന് നാം സ്വയം വിലയിരുത്തണം. ദ സോഷ്യൽ പ്രോഗ്രസ് ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ ദ പൊസിഷൻ ഓക്യുപ്പൈഡ് ബൈ ദ ഫെയർ സെക്സ്. സ്ത്രീകൾ ആ സമൂഹത്തിൽ അനുഭവിക്കുന്ന പദവിയാണ് ആ സമൂഹത്തിൻ്റെ പൊതുപുരോഗതിയുടെ മാനദണ്ഡം എന്ന അതൊരു മാർക്സിസ്റ്റ് നിരീക്ഷണമൊന്നുമല്ല, അതൊരു ലിബറൽ ഹ്യൂമനിസ്റ്റ് നിരീക്ഷണമാണ്. മാർക്സ് ആദ്യമായി പറയുന്നതുമല്ല, പലരും പല നിലകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്സ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ഫ്രെയിം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് തികച്ചും ഒരു മാർക്സിസ്റ്റ് വർഗ നിരീക്ഷണം ഒന്നുമല്ല, ഒരു ലിബറൽ ഹ്യൂമനിസ്റ്റ് പൊസിഷനാണ്. എങ്കിലും മാർക്സ് അതിനോട് യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് മാർക്സ് അതിന് ഇങ്ങനെ ഒരു രൂപാന്തരം കൊടുത്തു. ആ അടിസ്ഥാനം എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ സമൂഹം എത്രമേൽ പിന്നോക്കാവസ്ഥയിലാണ്. ഇത് ആധുനിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ മാത്രം പദവിയല്ല, മറിച്ച് മറ്റ് പലരും പറയുന്നത് പോലെ മറ്റ് പല സമൂഹങ്ങളിലും നമുക്ക് ഈ വൈരുദ്ധ്യം ഏറിയും കുറഞ്ഞും കാണാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ പറയുമ്പോൾ മാർക്സിസത്തിൻ്റെ ഇത്രമേൽ ബലിഷ്ഠവും പ്രബലവുമായ സ്വാധീനമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഉത്കണ്ഠകൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീനീതിയെയും മുൻനിർത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, സമ്മർദ്ദങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ അനുഭവവേദ്യമാകാത്തത് എന്ന ചോദ്യവും നാം ഉന്നയിക്കേണ്ടതുണ്ട്. ഇതിനൊരർത്ഥത്തിൽ മാർക്സിസത്തിനകത്തരങ്ങേറിയ ഫെമിനിസ്റ്റ് സംവാദങ്ങളുടെയും സ്ത്രീപക്ഷ ചിന്തകളുടെയും ചരിത്രത്തോടും അതിൻ്റെ നാനാതരം ഗതിവിഗതികളോടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്ത്രീപക്ഷ ചിന്തകരിൽ വളരെ പ്രധാനിയായിട്ടുള്ള മിഷേൽ ബാരറ്റ് പറയുന്ന ഒരു കാര്യം, ഫെമിനിസം മാറ്റിവെച്ചാൽ സ്ത്രീ പ്രശ്നത്തെക്കുറിച്ച് ഏറ്റവും ഗൗരവപൂർവ്വം ആലോചിച്ചത് മാർക്സിസ്റ്റുകളാണ്. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ ആ നിലയിൽ മാറ്റിവെച്ചാൽ മറ്റേതൊരു പ്രസ്ഥാനത്തെക്കാളും കൂടുതലായി സ്ത്രീയുടെ പദവിയെക്കുറിച്ചും സ്ത്രീനീതിയെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആലോചിച്ചത് മാർക്സിസ്റ്റുകളാണ്. മാർക്സ് അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്, എംഗൽസ് എഴുതുന്നുണ്ട്, ഓഗസ്റ്റ് ബെബൽ എഴുതുന്നുണ്ട്, ക്ലാര സിറ്റ്കിൻ എഴുതുന്നുണ്ട്, റോസ ലക്സംബർഗ് എഴുതുന്നുണ്ട്, കൗട്സ്കി എഴുതുന്നുണ്ട്, അങ്ങനെ ധാരാളം പേർ, ലെനിൻ എഴുതുന്നുണ്ട്, ക്രുസ്കായ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് ധാരാളം ആളുകൾ ഈ നിലയിൽ ആലോചിക്കുകയും ധാരാളം പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപക്ഷെ സ്ത്രീനീതിയെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ആശയങ്ങൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് മാർക്സിസത്തിൻ്റേത്. മാത്രമല്ല, മാർക്സിസം ജന്മം നൽകിയ പരികൽപ്പനകളിൽ ചിലത് സ്ത്രീ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ കേന്ദ്രത്തിൽ ഇപ്പോഴുമുണ്ട്.
ഒന്ന് പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും തമ്മിലുള്ള ബന്ധം, മറ്റൊന്ന് അന്യവൽക്കരണം എന്ന പ്രശ്നം. അങ്ങനെ മാർക്സിസ്റ്റ് സംജ്ഞകൾ, സംവർഗങ്ങൾ സ്ത്രീവാദ ചിന്തയിൽ ധാരാളമായിട്ട് നമുക്ക് കാണാം. മാർക്സിസം സ്ത്രീവാദത്തെക്കുറിച്ചും സ്ത്രീനീതിയെക്കുറിച്ചും വളരെ ഗൗരവപൂർണ്ണം ആലോചിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിലും ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ്, ഈ സ്ത്രീയുടെ തുല്യാവകാശത്തെ എത്ര പരാധീനതകളുണ്ടെങ്കിലും ഏറ്റവും ശക്തമായി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കാണ് എന്നതും. സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ പലതും, ഇപ്പോൾ ക്യൂബയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഗാർഹിക ജോലി എന്നത് പുരുഷന്മാർക്ക് നിയമപരമായി ബാധ്യതയുള്ള കാര്യമാണ്. നിയമപരമായി പുരുഷന്മാർക്ക് ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ളതാണ് വീട്ടുജോലി. അല്ലാതെ വീട്ടുജോലി സ്ത്രീക്കും സാമൂഹ്യ ജോലി പുരുഷനും എന്ന നമ്മുടെ ബെടായി അവിടെ നടപ്പില്ല. ഗാർഹിക ജോലി ചെയ്യാതിരിക്കുന്നത് നിയമവിരുദ്ധമായി കഴിഞ്ഞ ഒരു സമൂഹമാണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ് സമൂഹം. അങ്ങനെ ഒരു നിയമം വന്നാൽ സോഷ്യലിസ്റ്റുകളായ നമ്മിൽ എത്ര പേര് പുറത്തുണ്ടാവും എന്ന് വെറുതെ ആലോചിക്കാവുന്നതാണ്. ഏറെയൊന്നും പേര് പുറത്തുണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇതൊരു ഗൗരവപൂർണമായ പ്രശ്നമാണ്. ക്യൂബയിലും അതുപോലെ ആദ്യകാല സോവിയറ്റ് യൂണിയനിലും, ആദ്യകാല സോവിയറ്റ് യൂണിയൻ എന്ന് പ്രത്യേകം പറയണം, പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞതോടെ സോവിയറ്റ് യൂണിയൻ്റെ ഈ സ്ത്രീവാദപരമായ കുതിപ്പുകൾ അവസാനിക്കുകയും മാതൃത്വത്തെ ആദർശവൽക്കരിക്കുന്ന സങ്കല്പങ്ങൾക്ക് അവിടെ വലിയ മേൽക്കൈ വരികയും രണ്ടാം ലോക യുദ്ധാനന്തരം അത് സോവിയറ്റ് യൂണിയൻ്റെ ഔപചാരിക വീക്ഷണം തന്നെയായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഒരു ചരിത്രം, മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രം, ഫെമിനിസത്തിനകത്തുള്ള മാർക്സിസ്റ്റ് സംവർഗങ്ങളുടെ വ്യാപ്തി, ഇതെല്ലാം നിലനിൽക്കെ തന്നെ മാർക്സിസവും സ്ത്രീവാദവും തമ്മിലുള്ള ബന്ധം വളരെ സന്നിഗ്ധവും വളരെ എന്താ പറയുക, ഒലഞ്ഞതുമാണ് എന്ന് പറയാം. ഹെയ്ദി ഹെഡ്മാൻ്റെ ഭാഷയിൽ ആൻ അൺഹാപ്പി മാരേജ്, അസന്തുഷ്ട ദാമ്പത്യമാണ് ഇവ തമ്മിൽ നിലനിൽക്കുന്നത് എന്ന് പറയാം. സന്തുഷ്ടമാക്കാനുള്ള നാനാതരം കൗൺസിലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര സന്തുഷ്ടമായി ഇപ്പോഴും മാറി തീർന്നിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് സ്ത്രീവാദത്തെ പടിഞ്ഞാറൻ പ്രബുദ്ധതയുടെയും ഉദാരമാനവവാദത്തിൻ്റെയും ഉൽപ്പന്നമായി കാണുക, മാർക്സിസവുമായി അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല എന്ന് വാദിക്കുന്ന യാന്ത്രികവാദത്തിൻ്റെ യാന്ത്രികമായ സമീക്ഷയുടെ സ്വാധീനമാണെങ്കിൽ, മറുഭാഗത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ മനുഷ്യവംശത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യമായി കാണുന്ന മാർക്സിസം സ്ത്രീവാദത്തെ സവിശേഷമായി പരിഗണിക്കുന്നില്ല എന്ന ഫെമിനിസ്റ്റ് വിമർശനവും ഉണ്ട്. ഇങ്ങനെ രണ്ട് നിലയിൽ തമ്മിൽ ഇടയുന്ന വീക്ഷണഗതികൾ മാർക്സിസവും ഫെമിനിസവും തമ്മിലുള്ള ചർച്ചകളിലുണ്ട്. ഫെമിനിസ്റ്റുകൾ പലരും കരുതുന്നത് മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് അടിസ്ഥാനപരമായി ഒരു പുരുഷകേന്ദ്രിത വ്യവഹാരമാണ് എന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് മാർക്സിസം എന്തു പറയുന്നു എന്നും മാർക്സിസത്തിൻ്റെ ചരിത്രം എന്തു പറയുന്നു എന്നുമാണ് ഞാൻ ആദ്യമായിട്ട് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. മാർക്സിൻ്റെ പ്രഖ്യാതമായ നിരീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു സമൂഹത്തിൻ്റെ, ഏതൊരു സമൂഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ, പൊതുവായ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ആ സമൂഹത്തിലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, സ്ത്രീയുടെ പദവിയാണ്. അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ തന്നെയുള്ള വൈരുദ്ധ്യം പിൽക്കാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം സ്ത്രീയുടെ പദവിയാണ് പുരോഗതിയുടെ മാനദണ്ഡം എന്ന് പറയുക വഴി ഒരർത്ഥത്തിൽ സ്ത്രീയുടെ ഏജൻസിയെ കണക്കിലെടുക്കാതിരിക്കുന്നുണ്ട് എന്ന വിമർശനമാണ് അതിനോട് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം സ്ത്രീ ഉയർന്നു വരുന്ന പദവിയാണ്, സ്ത്രീ ഒരു മാനദണ്ഡമായിത്തീരുന്നു, മാനദണ്ഡമായിട്ട് സ്ത്രീ മാറുന്നു, ഏജൻസി സ്ത്രീക്ക് വേണ്ടത്ര കൈവരാതെ പോകുന്നു. ഈ കൽപ്പനയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു മാർക്സിസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നതിനേക്കാൾ, മാർക്സ് തന്നെ വളരെ വ്യത്യസ്തമായ നിലയിൽ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് എക്സ്പ്ലനേഷൻ എന്നതിനേക്കാൾ ഇതൊരു ബൂർഷ്വാ ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഒരു പൊസിഷനാണ്. മാർക്സ് അത് ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഘട്ടത്തിലും മാർക്സിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ച് ഫെമിനിസ്റ്റുകൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അധ്വാന ശക്തിയുടെ വില നിർണ്ണയിക്കേണ്ടത് തൊഴിലാളിയുടെ കുടുംബത്തെ പോറ്റാനുള്ളതുകൂടി കണക്കിലെടുത്തുകൊണ്ടാവണം എന്ന് മൂലധനത്തിൽ മാർക്സ് പറയുന്നുണ്ട്. അങ്ങനെ അധ്വാന ശക്തിയുടെ വില നിശ്ചയിക്കുമ്പോൾ തൊഴിലാളിയുടെ അധ്വാനത്തെ മാത്രമല്ല, അയാൾക്ക് നിലനിൽക്കാനുള്ളത് മാത്രമല്ല, കുടുംബത്തെ പോറ്റാനുള്ളത് കൂടിയാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ
തൊഴിലാളി ആരാണ് എന്ന് ചോദിച്ചാൽ തൊഴിലാളി ഒരു പുരുഷനാണ് എന്ന ഒരു അനുക്തസിദ്ധമാകുന്ന ഒരു പൊസിഷൻ അതിലുണ്ട്. ഇങ്ങനെ പലപ്പോഴും ഡിസ്ലൊക്കേറ്റഡ് സ്പെക്കുലേഷൻസ്ന്നോ അല്ലെങ്കിൽ സ്ഥാനം തെറ്റിയ ഊഹങ്ങളാണ് പലപ്പോഴും സ്ത്രീ പ്രശ്നത്തെ സംബന്ധിച്ച് എന്താ പറയുക മാർക്സിസത്തിൻ്റെ പല സന്ദർഭങ്ങളിലും കാണുന്നത് എന്ന വിമർശനമൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മാർക്സിനെ സംബന്ധിച്ച് തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ സാന്ദർഭിക സൂചനകളെ മുൻനിർത്തിയാണെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള മാർക്സിൻ്റെ വളരെ ഗഹനമായ ഒരുപക്ഷെ സ്ത്രീ നീതിയെ സംബന്ധിക്കുന്ന ചർച്ചയുടെ കേന്ദ്രമായി തീരേണ്ട ഒരു ആശയം അദ്ദേഹത്തിൻ്റെ 1844 സാമ്പത്തിക തത്വശാസ്ത്ര കുറിപ്പുകളിലാണ് ഉള്ളത്. അവിടെ മാർക്സ് പറയുന്ന ഒരു കാര്യം, അത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ്. അതിങ്ങനെയാണ്: മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സ്വാഭാവികവും ആസന്നവുമായ രൂപമാണ് സ്ത്രീ പുരുഷ ബന്ധം. അവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധമായി തീരുന്നു. അതോടൊപ്പം മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമായി തീരുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിലാണ് മനുഷ്യർ ഏറ്റവും പ്രകൃതി സഹജവും സ്വാഭാവികവുമായ ബന്ധത്തിൽ പങ്കുചേരുന്നത്. ഈ ബന്ധം ഐന്ദ്രിയമായ രൂപത്തിലാണ് തെളിഞ്ഞു വരുന്നത്. ലളിതമായി പറഞ്ഞാൽ പ്രകൃതി മാനുഷിക സത്തയായും മാനുഷിക സത്ത പ്രകൃതിയായും മാറിത്തീരുന്ന ഇടമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നാണ് അദ്ദേഹം അവിടെ നിരീക്ഷിക്കുന്നത്. ഞാനതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദ ഇമ്മീഡിയറ്റ് നാച്ചുറൽ നെസസറി റിലേഷൻ ടു ഹ്യൂമൻ ബീയിങ് is the relationship of the man to woman. In this natural species relationship, the relation of man to nature is immediately his relation to the man itself, just as his relation to man is immediately his relation to the nature. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ പ്രകൃതി എന്ന അസ്വാഭാവികമായ വിഭജനം ആധുനികതയുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ഇന്നലെ അത് പറയുണ്ടായി. ഈ അസ്വാഭാവികമായ വിഭജനത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ ഏറ്റവും സഹജമായ ബന്ധം സ്ത്രീ പുരുഷ ബന്ധമാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധമായി തീരുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമാണ്. ഇൻ ദിസ് റിലേഷൻ ദ ഹ്യൂമൻ എസൻസ് ഹാസ് ബിക്കം നേച്ചർ ഫോർ മാൻ or nature has become the human essence for man. ഈ ബന്ധത്തിലാണ് എന്താണ് മാനുഷിക സത്ത പ്രകൃതിയുമായുള്ള ബന്ധമായി തീരുന്നത്, പ്രകൃതിയുമായുള്ള ബന്ധം മാനുഷിക സത്തയായി തീരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ മനുഷ്യപ്രകൃതി സ്വാഭാവിക പ്രകൃതിയായി തീരുന്നു. മനുഷ്യവംശത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡമായി ഈ ബന്ധത്തെ പരിഗണിക്കണം. ഇങ്ങനെ മനുഷ്യപ്രകൃതി എന്ന ബന്ധത്തിൻ്റെ ഐന്ദ്രിയമായ അനുഭവവേദ്യമായ ആവിഷ്കാര സ്ഥാനമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നതാണ് മാർക്സ് പറയുന്നത്. ഇതിലടങ്ങിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിരീക്ഷണത്തിൽ അടിസ്ഥാനപരമായി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീ പുരുഷ ബന്ധത്തെയാണ് മനുഷ്യവംശ പുരോഗതിയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനമായി മാർക്സ് കാണുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമായി മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാറിത്തീരുന്ന ഏറ്റവും ഐന്ദ്രിയമായി അനുഭവവേദ്യമാകുന്ന സ്ഥാനമാണ് സ്ത്രീ പുരുഷ ബന്ധം. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ശാരീരികമോ കേവല വ്യക്തികൾ തമ്മിലുള്ളതോ ആയ ബന്ധങ്ങളല്ല, മറിച്ച് മനുഷ്യന് തൻ്റെ നിലനിൽപ്പിനോട് പുലർത്താവുന്ന ഏറ്റവും ഉന്നതവും ഏറ്റവും സഹജവും ഏറ്റവും ഐന്ദ്രിയവും ഏറ്റവും നീതിപൂർണവുമായ ആവിഷ്കാര സ്ഥാനമാണ് സ്ത്രീയുമായുള്ള പുരുഷൻ്റെ ബന്ധം എന്നതാണ്. ഇങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തെ ഞാനിങ്ങനെ പറയുമ്പോൾ അതിനോടുള്ളൊരു വിമർശനം കൂടി ഇന്ന് സംഗതാണ്. കാരണം ഇവിടെ മാർക്സ് പരിഗണിക്കുന്ന ബന്ധത്തിൽ
ഹെട്രോസെക്ഷുവാലിറ്റിയാണ് അതിൻ്റെ കേന്ദ്രത്തിലുള്ളത് എന്നാണ്. ഇത് ഇന്നത്തെ നിലയിൽ ഒരു ഗൗരവപൂർണമായ വിമർശനമായിട്ട് ഉന്നയിക്കാം. 19-ാം നൂറ്റാണ്ടിൽ അത് പക്ഷേ അങ്ങനെ ഒരു പരിഗണനാ വിഷയം അല്ല എന്ന് വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ മാർക്സ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ പുരുഷ ബന്ധത്തെ നിങ്ങൾ എങ്ങനെ കാണണം? സ്ത്രീ പുരുഷ ബന്ധത്തെ മനുഷ്യൻ്റെ, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യത കൈവരുന്ന സമൂഹത്തിലാണ് മാനുഷികതയ്ക്ക് പൂർണ്ണമായി പ്രകാശിതമാകാനാവൂ. 2, മാനുഷികത പൂർണ്ണമായി പ്രകാശിതമാകുന്ന ഈ സന്ദർഭം മാത്രമാണ് അന്യവൽക്കരണത്തെ മറികടന്ന് പ്രകൃതിയുടെ സഹജഭാവത്തിൽ ജീവിക്കുന്ന സ്ഥാനത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ഉള്ളൂ. ഇങ്ങനെ മനുഷ്യ പ്രകൃതി ബന്ധത്തിൻ്റെ പൂർണ്ണത ഒരു ഭാഗത്ത്, മാനുഷികമായ അന്യവൽക്കരണത്തെ സമ്പൂർണമായി മറികടന്ന് മനുഷ്യാവസ്ഥയുടെ പൂർണ്ണ സാക്ഷാത്കാരം മറുഭാഗത്ത്. ഇത് രണ്ടും സാധ്യമാകുന്ന ഇടമായി മാർക്സ് കാണുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധമെന്ന് പറയുന്നത് എന്താ പറയുക, ഔപചാരികമായ ഉടമ്പടികളിലൂടെയോ, ഞാനിത് പറയാൻ കാരണം 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സ്ത്രീ പുരുഷ തുല്യതാ സങ്കല്പങ്ങളിലൊക്കെ സ്ത്രീക്ക് വേണ്ടിയുള്ള വോട്ടവകാശം, സ്ത്രീക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷകൾ, ഇങ്ങനെയുള്ള പ്രമേയങ്ങളെയാണ് മുമ്പോട്ട് വച്ചിരുന്നതെങ്കിൽ മാർക്സ് അവിടെ മുമ്പോട്ട് വയ്ക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള നിയമപരമോ ഔപചാരികമോ ആയ തുല്യത എന്ന സങ്കല്പത്തെയല്ല, മറിച്ച് മാനുഷികതയുടെ അല്ലാത്ത സാക്ഷാത്കാര സ്ഥാനമായിട്ട് സ്ത്രീ പുരുഷ ബന്ധം മാറിത്തീരുക എന്നാണ്. അങ്ങനെ അന്യവൽക്കരണത്തെ മറികടക്കുക. അന്യവൽക്കരണം ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു, അന്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക രൂപങ്ങളിലൊന്നാണ് പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം. അങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണത്തെ മറികടന്നുകൊണ്ടും ഐന്ദ്രിയമായ പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണത്തെ മറികടക്കുക എന്ന് പറയുന്നത് ഭാവനാത്മകമായ തലത്തിലല്ല, ധ്യാനാത്മകമായ ചിന്തയിലല്ല, യോഗികളും മറ്റും ചെയ്യുന്നത് പോലെ അന്യവൽകൃതമായ ഒരു മണ്ഡലത്തെ സങ്കല്പിച്ച് ആ സങ്കല്പത്തിൽ ആമഗ്നനായിട്ടല്ല, മറിച്ച് ഐന്ദ്രിയമായ അനുഭവത്തിലാണ്. ഐന്ദ്രിയമായ അനുഭവത്തിൽ അന്യവൽക്കരണത്തെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ ഒരേ ഒരു ഇടമായിട്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തെ മാർക്സ് കാണുന്നത്. ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ സാക്ഷാത്കാരമായിട്ടാണ് മനുഷ്യാവസ്ഥയുടെ, അന്യവൽകൃതമല്ലാത്ത മനുഷ്യാവസ്ഥയുടെ പരമമായ സാക്ഷാത്കാര സ്ഥാനം എന്ന പദവിയിലാണ് മാർക്സ് സ്ത്രീ പുരുഷ ബന്ധത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.